നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് കരുക്കൾ നീക്കുന്നു. സംസ്ഥാനം രൂപീകരിച്ചതു മുതൽ കോൺഗ്രസിന് ലഭിച്ചിട്ടില്ലാത്ത 4 സീറ്റുകൾ ഇത്തവണ പിടിക്കണമെന്നാണ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിനുവേണ്ടി പ്രത്യേക പദ്ധതിയും കോൺഗ്രസ് തയ്യാറാക്കി കഴിഞ്ഞു. ഛത്തീസ്ഗഡിന്റെ വലിയൊരു ഭൂപ്രദേശം ആദിവാസി മേഖലയാണ്. 4 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഈ മേഖലയിലുള്ളത്. സംസ്ഥാനം രൂപീകരിച്ച 2000 മുതൽ ഇന്ന് വരെ ഈ മണ്ഡലങ്ങളിൽ ജയിച്ചത് BJP സ്ഥാനാർത്ഥികളാണ്. ഈ മണ്ഡലങ്ങൾ നഷ്ടമാകുന്നത് BJPക്ക് കനത്ത തിരിച്ചടിയാകും. എന്ത് വില കൊടുത്തും ആദിവാസി മേഖലയിലെ 4 ലോക്സഭാ മണ്ഡലങ്ങളും പിടിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഇത്തവണ ഈ മണ്ഡലങ്ങൾ കോൺഗ്രസിന് പിടിക്കാൻ സാധിക്കുമെന്നാണ് പാർട്ടി കരുതുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളാണ് പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നത്. ഛത്തീസ്ഗഡിലെ ആദിവാസി മേഖലയിൽ ഇക്കഴിഞ്ഞ ഡിസംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് MLA-മാരെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത്. MLA-മാരുടെ ജനപ്രീതി വോട്ടാകുമെന്ന് കോൺഗ്രസ് കരുതുന്നു. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് MLA-മാരെ മത്സരിപ്പിക്കുന്നത്. MLA-മാരെ മത്സരിപ്പിച്ചാൽ ജയം ഉറപ്പാണെന്ന് പാർട്ടി നടത്തിയ ആഭ്യന്തര സർവേയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് 3 മണ്ഡലങ്ങളിൽ MLA-മാരെ സ്ഥാനാർത്ഥികളാക്കിയത്. ബസ്തർ, റായ്ഗഡ്, സുർഗുജ മണ്ഡലങ്ങളിൽ മേഖലയിൽ നിന്നുള്ള MLA-മാരെ മത്സരിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കാൻകാർ മണ്ഡലം പട്ടികജാതി സംവരണ മണ്ഡലമാണ്. കോൺഗ്രസ് MLA-മാർ മത്സരിച്ചാൽ തിരിച്ചടിയാകുമെന്ന് BJPക്ക് ആശങ്കയുണ്ട്. പ്രേംനഗർ MLA ഖൽസായി ആണ് സുർഗുജയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ചിത്രകോട്ട് MLA-യും യുവ നേതാവുമായ ദീപക് ബൈജിനെ കോൺഗ്രസ് ബസ്തറിൽ മത്സരിപ്പിക്കുന്നു. ധരംജയ്ഗഡ് MLA ലാൽജിത് സിംഗ് റാത്യ റായ്ഗഡിൽ മത്സരിക്കും. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദിവാസി മേഖലയിലെ കർഷകർ പാർട്ടിക്കൊപ്പം നിന്നതാണ് വിജയത്തിന് കാരണം. ഇതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. BJP സർക്കാർ വ്യവസായത്തിന് ഏറ്റെടുത്ത ഭൂമി മേഖലയിലെ കർഷകർക്ക് തിരിച്ചു നൽകുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.